ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അവൽ ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്തൊക്കെ വേണം നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ കളറുള്ള അവലാണ്. ബ്രൗൺ കളറുള്ള അവലെടുത്താലാണ് ഈ ഉപ്മാവിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിനി ചെയ്യേണ്ടത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കണം. കുതിർക്കാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നനച്ച് വെക്കുക. ഇങ്ങനെ കുഴച്ചിട്ട് ഒന്ന് നനച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ. ഒരുപാട് വെള്ളത്തിലൊന്നുമല്ല, ഒരു 10 മിനിറ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് നനച്ച് വെക്കുക. ഞാനിവിടെ ഈ 2 കപ്പ് നിറച്ചു അവലാണ് എടുത്തത്. അതിനിതാ ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളമാണ് പാർന്നത്. അത് അത്രയും ഒഴിച്ചാൽ മതി. ഇങ്ങനെ വെള്ളം കാണണമെന്നൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് കുതിർന്ന് നിന്നാൽ മതി. വെള്ളം ഒട്ടും ഉണ്ടാവില്ല. അതെല്ലാം അവൽ എടുത്തിട്ടുണ്ടാവും. അവലൊന്ന് കുതിർന്നാൽ മതി. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കാം. അവൽ നന്നായി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിക്കുക. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷേ നെയ്യ് ഒഴിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു സ്പൂണ് ജീരകം ഇടുക. അതിനുശേഷം കുറച്ച് ഉഴുന്നുപരിപ്പും കുറച്ച് കടലപ്പരിപ്പും കൂടെ അതിലേക്ക് ഇടുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു സവാള, ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ഇടുക. നന്നായി ഇളക്കി കൊടുക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ ജീരകം, പിന്നെ ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കറിവേപ്പില, ഒരു സവാള, ഇതാണ് ഇട്ടിരിക്കുന്നത്. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 3 പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലേക്കിടുക. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നട്ട്സും ചേർക്കാം. കടല, അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളിയാണ്. ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ചേർക്കാം. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർക്കണം. ഇതൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തക്കാളി ഉടയുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഉടയുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് തക്കാളി വെന്തിനെ നോക്കാം. തക്കാളി വെന്തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നനച്ച് വെച്ചിരിക്കുന്ന അവൽ ചേർക്കാം.
അതിൽ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ കട്ട പിടിച്ച അവിലെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം. നന്നായി ഇളക്കി യോജിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരൊറ്റിച്ചാൽ നന്നായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു പുളിപ്പൊക്കെ ഉണ്ടാവും, ഒരു ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നമ്മുടെ അവൽ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ അവൽ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.